T20 ലോകകപ്പിൽ വിജയ കുതിപ്പ് തുടരുന്ന ടീം ഇന്ത്യക്ക് ഇപ്പോൾ വലിയൊരു തലവേദനയായി മാറുന്നത് സ്വന്തം ഫീൽഡിംഗ് പ്രകടനമാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാതെ കുതിച്ച് ഇന്ത്യ സൂപ്പർ 8ലേക്ക് യോഗ്യത നേടിക്കഴിഞ്ഞു. എന്നാൽ വരാനിരിക്കുന്ന നിർണായക മത്സരങ്ങളിൽ ഇന്ത്യയെ ചതിക്കുന്നത് താരങ്ങൾ വിട്ടുകളയുന്ന ക്യാച്ചുകളാകുമോ എന്ന ആശങ്കയിലാണ് ക്രിക്കറ്റ് ആരാധകർ. ഗ്രൂപ്പ് എയിൽ കളിച്ച 4 മത്സരങ്ങളിലും ആധികാരിക വിജയം നേടിയാണ് ഇന്ത്യ 1ാം സ്ഥാനത്തെത്തിയത്. ബാറ്റിംഗിലും ബൗളിംഗിലും ഇന്ത്യക്ക് ഓരോ മത്സരത്തിലും ഓരോ മാച്ച് വിന്നർമാരെ ലഭിക്കുന്നു എന്നത് വലിയ ആശ്വാസമാണ്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഇഷാൻ കിഷാനും അടങ്ങുന്ന ബാറ്റിംഗ് നിരയും ബൗളർമാരും മികച്ച ഫോമിലാണ്. എന്നാൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ ഫീൽഡിംഗ് ഗ്രാഫ് താഴേക്കാണ്. ക്യാച്ചുകൾ കൈവിടുന്ന കാര്യത്തിൽ ഇന്ത്യൻ താരങ്ങൾ തമ്മിൽ മത്സരമാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് നിലവിലെ പ്രകടനം. യുവതാരം തിലക് വർമ്മയാണ് ഇതിൽ മുന്നിൽ. പാകിസ്ഥാൻ, അമേരിക്ക, നെതർലാൻഡ്സ് എന്നീ 3 മത്സരങ്ങളിലും താരം ഓരോ ക്യാച്ചുകൾ വീതം പാഴാക്കി. തന്റെ ബാറ്റിംഗ് പ്രഹരശേഷിയുടെ പേരിൽ വിമർശനം കേൾക്കുന്ന തിലക് ഫീൽഡിംഗിലും പിഴവുകൾ വരുത്തുന്നത് ടീമിന് തിരിച്ചടിയാണ്. തിലക് വർമ്മ മാത്രമല്ല, കീപ്പർ ഇഷാൻ കിഷാൻ, സ്പിന്നർ കുൽദീപ് യാദവ് എന്നിവരും പാകിസ്ഥാനെതിരായ നിർണായക പോരാട്ടത്തിൽ ക്യാച്ചുകൾ കൈവിട്ടിരുന്നു. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും നെതർലാൻഡ്സിനെതിരായ മത്സരത്തിൽ ഫീൽഡിംഗ് പിഴവ് വരുത്തി. റിങ്കു സിംഗുമായുള്ള ആശയക്കുഴപ്പമാണ് സൂര്യയ്ക്ക് വിനയായത്. ഓൾറൗണ്ടർ ശിവം ദുബെ ഒരു ക്യാച്ച് പാഴാക്കിയവരുടെ പട്ടികയിലുമുണ്ട്. സൂപ്പർ 8ൽ സൗത്ത് ആഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ്, സിംബാബ്വെ എന്നിവരാണ് ഇന്ത്യക്ക് നേരിടാനുള്ളത്. ചെറിയ പിഴവുകൾ പോലും വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുള്ള T20 ഫോർമാറ്റിൽ ഈ ക്യാച്ചിംഗ് പിഴവുകൾ പരിഹരിക്കുക എന്നതാണ് ടീം ഇന്ത്യയുടെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ബാറ്റിംഗിലെയും ബൗളിംഗിലെയും മികവിനൊപ്പം ഫീൽഡിംഗിലും മൂർച്ച കൂട്ടിയാൽ മാത്രമേ ലോകകപ്പ് കിരീടത്തിലേക്ക് ഇന്ത്യക്ക് സുഗമമായി എത്താൻ സാധിക്കൂ.